ഹായ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എനർജിയോടെ വന്നിരിക്കുകയാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ. വേറൊന്നുമല്ല, നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. നമ്മുടെ പഴയ ആദ്യത്തെ പ്രാവശ്യം 106 പിന്നെ 107 അവിടുന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അത് രണ്ട് സെയിം റൂം ആയിരുന്നു കേട്ടോ ആദ്യം കിടന്നത്. ഇത് റൂമല്ലേ? റൂം മാറാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നു കഴിയുമ്പം അവിടെ കൺജസ്റ്റഡ് ആവും. പിന്നെ നമുക്ക് അവിടെ രണ്ടുപേരെ കിടക്കത്തുള്ളൂ. അതായത് ഒന്ന് വായിക്കും, അല്ലെങ്കിൽ എനിക്കും അത്, അല്ലെങ്കിൽ മമ്മിക്കും. അങ്ങനെ അന്ന് ആ സമയത്ത് ഞാൻ വീട്ടിൽ പോകുമായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ നമുക്ക് എന്താണല്ലോ രണ്ടുപേരും വേണമല്ലോ. അപ്പം പോകുന്നത് ഭയങ്കര ഇതാണല്ലോ. അപ്പം അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൂം മാറുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങള് പുതിയ റൂമിലേക്ക് ഷിഫ്റ്റ് ആയി. അപ്പൊ നമ്മൾ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം. അതെ, നമ്മുടെ ഒരു റൂമിന്റെ ഒരു ടൂർ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഇവിടെ നിർത്തിയതില് നല്ലൊരു ഏറ്റവും നല്ല റൂമേ ഉള്ളൂ. അത് സ്പേഷ്യസ് ആണ്, അടിപൊളി റൂമാണ്. അത് നമ്മുടെ വീട് പോലെയൊക്കെ കേട്ടോ. അപ്പം നമ്മള് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഇതാണ് നമ്മുടെ എൻട്രി. സോഫ സെറ്റ് ഇതാ കിടക്കുന്നു. ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. പിന്നെ ഇതുണ്ട്. പിന്നെ ഇവിടെ രണ്ട് ഇതിനെന്നാ പറയാ അല്ല ഈ ഓ അങ്ങനെ. ഇവിടെ ഒരു മറ്റേ ഇത് പോകുമ്പോൾ നമുക്ക് എടുത്തോണ്ട് പോവാവേ. ഇതിന്റെ ഒരു കുറവ് വീട്ടില്. ഇവിടെ ഇതാ ഫാനൊക്കെ ഉണ്ട് കേട്ടോ. ജനലും കർട്ടനും. ഇതിന്റെ അപ്പുറത്തേക്കാണ് നമ്മുടെ അതെ. അതിന് നമുക്ക് അത്യാവശ്യം സ്പീഡ് ഡയൽ അത് റൂം അവിടെ വേണമെങ്കിൽ വിളിച്ച് നമുക്ക് എന്താ ഫുഡൊക്കെ വേണമെങ്കിൽ പറയാം, ഓർഡർ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം കിടന്നു കഴിഞ്ഞ സമയത്ത് റൂമിൽ കിടന്നപ്പം ആറിനെ വിളിച്ചിട്ട് ഈ എല്ലാ റൂമിലും ഉണ്ട് ഇന്റർകോം. ഇവിടെ മാത്രമല്ല, എല്ലാ റൂമിലും ഇന്റർകോം ഉണ്ട്. അത് നല്ല കാര്യം. ഞാൻ ഇവിടെ റൂമിലായ സമയത്ത് ഒരു വിളിച്ച് പറഞ്ഞത് ഫുഡ് വേണം, ചായ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഒരു രാവിലെ പറഞ്ഞു. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ടി വി ക്യാൻറ്റീനിലേക്ക് ഇവിടെ ഫുഡ് ഓർഡർ ചെയ്യാൻ കേട്ടോ. നമ്മൾ പോയി മേടിക്കും, നമ്മൾ അങ്ങനെ വിളിച്ച് പറയാറില്ല. പിന്നെ ബൈബിളുണ്ട്. പിന്നെ സെറ്റ് ബോക്സ് അല്ലേ അത്? ഇതൊരു അലമാരയാണ്. ഇത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ളതാണ്. സ്റ്റോറേജ് അല്ലേ? പിന്നെ നമ്മുടെ ട്രോളി ഇതാ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഷിഫ്റ്റ് ആയതേ ഉള്ളൂ കേട്ടോ ഈ റൂമിലേക്ക്. പിന്നെ പേഷ്യൻ്റ് ബെഡ്, ഇത് ബൈസ്റ്റാൻഡർ ബെഡ്. ഇതിന്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ ഞാൻ ഇന്നലെ അവിടെ അപ്പുറത്തെ സമയത്താണല്ലോ വാഴയുടെ ഭയങ്കര ചൂടായതുകൊണ്ട് നല്ല സ്പീഡിലാണ് ഫാൻ ഇട്ടിരുന്നത്. ഇന്നലെ മഴ പെയ്തുകൊണ്ട് തണുപ്പുണ്ടായിരുന്നു. ഇന്നലെ ഫാൻ ഇട്ടില്ല, എന്നാലും എനിക്ക് ചൂടെടുക്കും കേട്ടോ. പിന്നെ ടേബിള് അതിനേക്കാളും അവിടുത്തെ റൂമിനെക്കാളും രണ്ട് ചെയർ ഉണ്ട്. ഒരു സ്റ്റൂളും ഒരു കസേരയായിരുന്നു അവിടെ അല്ലേ. പിന്നെ നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് തല ഭാഗമൊക്കെ പൊക്കാല്ലേ. പിന്നെ ഇവിടെ നമ്മുടെ വാഷ്റൂമും വാഷ് ബേസിനും അല്ലേ. നമ്മൾ വന്നത് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതൊന്നും എടുത്തിട്ടില്ല. ഇവിടെ വാഷ് ബേസിൻ, ഇത് നമ്മുടെ ബാത്റൂം. ഇത് നമുക്ക് കുളിക്കാനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇവിടെ ഒരു റൂം. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഒരു റൂം. അപ്പോൾ ജസ്റ്റ് ഷിഫ്റ്റായി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വരുമ്പോഴത്തേക്കും, എല്ലാവരും നല്ല നമ്മൾ മെയിനായിട്ട് മമ്മിയും പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ കാണാൻ വരാറുണ്ട് കേട്ടോ. ഉള്ള ആരും പറയാമല്ലോ, അവർ വരാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെ ആരും കാണിക്കാൻ വേണ്ടി എടുത്തതല്ല. ഇതിൻ്റെ നമ്മളിപ്പോൾ കിടക്കുന്നതും ഇതിൻ്റെയും കൂടെ ഇടയിലായിട്ടൊരു റൂം ഇല്ല അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ റൂം എടുത്തത്. പേഷ്യൻ്റ് ഉണ്ട്. അപ്പം ഇതല്ലാതെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അതാണ് നമ്മളൊന്ന് നോക്കാമെന്ന് വെച്ചത്. പക്ഷേ ഞങ്ങൾ ആദ്യം വന്നപ്പോഴും അത് തന്നെയാണ് ചോദിച്ചത്. അവിടുന്ന് പേഷ്യന്റ് പോകാൻ ഇനിയും 2-3 ദിവസം എടുക്കുമെന്നാണ്. രണ്ടാമത് വീണ്ടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ദിവസം താമസം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ റൂം നമ്മൾ വേറെ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ല ഇത്രയും വലിയ സെറ്റപ്പിലൊന്നും നമ്മൾ എടുക്കില്ല. പിന്നെ മമ്മിയും കൂടെ ഉള്ളപ്പോൾ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വരുമ്പോഴത്തെ ഒരു ഇതുള്ളൂ. അല്ലാതെ നമ്മൾ കംഫർട്ടബിൾ ആയിരുന്നു അപ്പുറത്തും. പിന്നെ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം
കുറച്ച് ദിവസത്തേന് 2-3 ദിവസത്തേന് ഇതൊക്കെ വേണമല്ലോ. പിന്നെ എല്ലാവരും കാണാൻ വരുന്നു. പിന്നെ അവൻ ആദ്യകൂട്ടം വരുമ്പോഴത്തേനും അവന് ഓടി നടക്കാൻ വേണ്ടിയിട്ട് 2 ദിവസമായിട്ട് അവനെ കാണാൻ കൊതിയായിട്ട് പാടില്ല. എന്നാന്നറിയത്തില്ല, ഒരു രക്ഷയില്ലാത്തൊരു ഇതല്ലേ. അച്ഛക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ വേറെയാണ്. ആരൊക്കെ ഉണ്ടെങ്കിലും ആച്ചാച്ചാ എന്ന് വിളിച്ചോണ്ടുള്ള ആ ഒരു വരവ്, ആ ഫോൺ എടുത്ത് ഹലോ ഹലോ സംസാരിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ ഈ വാട്സാപ്പിന്റെ ഒക്കെ ഓരോ വ്യത്യാസം വന്നാൽ പുതിയ അപ്ഡേഷൻ അവൻ കറക്റ്റ് ഞെക്കുന്നിടത്ത് മ്യൂട്ട് ആക്കും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മ്യൂട്ടാക്കി അടുത്ത സ്റ്റെപ്പ് കട്ടാക്കുകയാണ്. പിന്നെ നമ്മൾ തിരിച്ചു വിളിക്കണം. പിന്നെ എടുത്ത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഓരോ പുതിയ ഇതാണ്. മെസ്സേജ് അയക്കും, വോയിസ് മെസ്സേജ് അയക്കും, ഈവൻ വീഡിയോ വരെ അയച്ചു അവിടുത്തെ അടുക്കളയിൽ നിന്നൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് അതൊക്കെയാണ്. അപ്പം എല്ലാം കൂടെ എല്ലാവരുടെ വന്നു കഴിയുമ്പോഴത്തേനും ഒരു ഇതുണ്ടല്ലോ. അപ്പം ഒന്ന് നല്ല കൺജസ്റ്റഡ് ആയി പോകില്ല. അവിടുത്തെ റൂം എന്ന് പറഞ്ഞാൽ ഇത്രയും പോലും ഇല്ല റൂം. കണ്ടതാണല്ലോ, വേറെ ഉണ്ടല്ലോ കേട്ടോ. ഒരു ഇത് വരുമ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളെങ്കിൽ ഓക്കെയാണ്. മമ്മിയും കൂടെ ഉള്ളപ്പോൾ അല്ലെ പിന്നെ അച്ഛൻ രാത്രി വീട്ടിൽ പോകണം. അത് നമുക്ക് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ടാണല്ലോ. കാരണം കുഞ്ഞും എല്ലാവരും കൂടെ ആകുമ്പോൾ അല്ലേ. അപ്പം അതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഇത്രയും വലിയൊരു റൂം എടുത്തത്. പോകാനുള്ള വേറെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. നമുക്ക് ഈ ഡ്രസ്സ് അടുത്ത ഡ്രസ്സ് അലക്കിയിടാനുള്ളൊരു ഇതുകൊണ്ട് കൂടിയാണ് ഞാൻ പോകുന്നത്. കാരണം ഓരോ ദിവസം അലക്കിയിടുവാണെങ്കിൽ അതിൻ്റെതായതുണ്ടല്ലോ, വേറെ കുഴപ്പമില്ല. അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. അതെ, അപ്പം ഇതാണ് നമ്മുടെ ഒരു റൂം. ഇത്രേ ഉള്ളൂ. അതെ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ, പുതിയ വിശേഷങ്ങളോട് അപ്ഡേഷനായിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. അപ്പം അതുവരെ ഞങ്ങൾ വേറൊന്നുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറൊന്നും പറയില്ല. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആശാന ഒട്ടും ടെൻഷൻ ഇല്ലെന്നല്ലേ പറയുന്നത്. ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. ടെൻഷനൊന്നുമില്ല. അതിനറിയാമോ, നമ്മൾ ടെൻഷൻ ആക്കിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി അങ്ങനെ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഇപ്പം കരയോ എന്ന് വെച്ച് കരയിക്കുന്നില്ലേ എന്ന് പറഞ്ഞാലാണ്, അത്രേ ഉള്ളൂ. അപ്പം ശരി, എന്താ ഞാനാണ് കാരണക്കാരി എന്നാണ് പറഞ്ഞു തരുന്നത് അല്ലേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ റൂം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതിനകത്ത് കുറച്ച് സാധനങ്ങൾ പോകുമ്പോൾ എടുത്തോണ്ട് പോകണം അല്ലേ. മെയിനായിട്ട് ഇവിടെ എല്ലാം നമ്മൾ ഉദ്ദേശിച്ചെന്നാന്ന് തോന്നുന്നു. അവിടെ എല്ലാം ക്യാമറ ഉണ്ടാവും, കുഴപ്പമില്ല. മെയിനായിട്ട് ഈ അലമാര എടുത്തോണ്ട് നമ്മൾ കയറി വന്നപ്പോൾ കണ്ടായിരുന്നു എത്ര വായ ഉണ്ടെന്നൊക്കെ. തിരിച്ചു പോകുമ്പോൾ എത്ര വായ ഉണ്ടെന്ന് നോക്കൂല്ലോ. തിരിച്ചു പോകുമ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ പച്ച ട്രോളി കൊണ്ടുവന്നു. ഞാൻ ഈ മറ്റേ ഇതാണ് ഉദ്ദേശിച്ചത്. ഇത് കൊണ്ടാൻ പറ്റുവാണെങ്കിൽ നല്ല AC എല്ലാം ഉണ്ടാവും നമുക്ക്. എല്ലാം ഈ വീഡിയോ കാണുമ്പോൾ തൊട്ട് ഹോസ്പിറ്റലുകാർക്ക് നമ്മുടെ മേലൊരു കണ്ണുണ്ടായിരിക്കും കേട്ടോ. ചുമ്മാ പറഞ്ഞാണ്. അതെ, അതെന്താ കോൾബല്ലോ? വ്യക്തമായ ഇത് ഓസ്കിച്ചൻ എന്നറിയോ? ഇതാണ് ഓസ്കിച്ചൻ. ഇത് അത് മറ്റേ സക്ഷനൊക്കെ ചെയ്യുന്നു. ഇത് നാളത്തേക്ക് വേണ്ടി നാളത്തേക്കല്ല, നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അല്ലേ. നമ്മൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.